കൊല്ലം ആറ്റുകാലിൽ ഭർതൃപീഡനത്തെ തുടർന്ന് യുവതി ജീവനൊടുക്കി. വർക്കല സ്വദേശി ആരതിയാണ് ഇന്നലെ വൈകുന്നേരം വാടക വീട്ടിൽ ജീവനൊടുക്കിയത്. ഭർത്താവ് അതുൽ സ്ത്രീധനത്തിന്റെ പേരിൽ ശാരീരികമായി പീഡിപ്പിച്ചിരുന്നതായി ബന്ധുക്കൾ ആരോപിക്കുന്നു. ബന്ധുക്കളുടെ പരാതിയിൽ അതുലിനെ ഫോർട്ട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. സംസ്ഥാനത്ത് വീണ്ടും സ്ത്രീധനം നൽകിയ സ്വർണ്ണാഭരണത്തിന്റെ പേരിൽ പീഡനമേറ്റുവാങ്ങി യുവതി ജീവനൊടുക്കി. ഒന്നര വർഷം മുൻപാണ് കല്ലറ സ്വദേശി അതുലും വർക്കല സ്വദേശി ആരതിയും വിവാഹിതരാകുന്നത്. 6 മാസം മുൻപ് ഇരുവരും ജോലി സംബന്ധമായ കാരണങ്ങളാൽ ആറ്റുകാലുള്ള വാടക വീട്ടിലേക്ക് താമസം മാറി. വിവാഹം കഴിഞ്ഞ് 3 മാസം പിന്നിട്ടപ്പോൾ തന്നെ അതുൽ സാമ്പത്തിക കാരണങ്ങൾ പറഞ്ഞ് ആരതിയെ ശാരീരികമായി ഉപദ്രവിച്ചിരുന്നതായാണ് ബന്ധുക്കളുടെ പരാതി. വിവാഹത്തോടനുബന്ധിച്ച് 50 പവൻ സ്വർണം ആരതിക്കായി നൽകിയിരുന്നു. എന്നാൽ ഈ സ്വർണ്ണാഭരണങ്ങൾ പലപ്പോഴായി അതുൽ പണയം വെച്ചിരുന്നതായും ഇതിന്റെ പേരിൽ ഇരുവർക്കുമിടയിൽ തർക്കങ്ങൾ ഉണ്ടായിരുന്നതായും ആരതിയുടെ അമ്മ വ്യക്തമാക്കി. അവന്റെ അച്ഛനും ഈ ഇടയ്ക്ക് ചോദിച്ചെന്ന് നിനക്ക് എത്ര സ്വർണ്ണമാണ് കൊണ്ട് തന്നോന്നൊന്നും നമുക്കറിഞ്ഞൂടാ. പക്ഷെ അവര് കൊണ്ട് പണയം വയ്ക്കുകയെല്ലാം ചെയ്തിട്ടുണ്ട്. വിറ്റ് മാറ്റി മേടിക്കുക. ഒരു 6 മാസം ആവുന്നതും അവൻ കൊണ്ടുപോയി മാറ്റി അമ്മയ്ക്കൂടെ അമ്മയ്ക്ക് നമ്മൾ കൊടുത്ത വള മാറ്റി മേടിക്കുകയൊക്കെ ചെയ്യും. സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പുറമെ ഇന്നലെ അതുലിന്റെ പെൺ സുഹൃത്തുമായുള്ള ബന്ധത്തിന്റെ പേരിൽ ചില തർക്കങ്ങൾ ഉണ്ടായതായി പോലീസ് പറയുന്നു. പിന്നാലെ ആരതി മുറിക്കുള്ളിൽ കയറി ജീവനൊടുക്കാൻ ശ്രമിച്ചു എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. അതേസമയം ഈ സമയമൊക്കെയും അതുൽ വീട്ടിലുണ്ടായിരുന്നിട്ടും ഏതെങ്കിലും തരത്തിൽ ആരതിയെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. നീ എന്തിന് ജോലിക്ക് പോകണമെന്നും പറഞ്ഞിട്ട് പരതന്നൂർ പോയെന്നും പറഞ്ഞ് ഇവിടെ വന്നപ്പോഴത്തേക്കുണ്ടായ ഇഷ്യൂകൾ ഈ അടികളും നടന്നതിന് ശേഷം ഇവിടെ കയറി കഥവടത്തുനിന്നാണ് ഇവിടെ അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ അവൾ മരിക്കുന്നെങ്കിലും മരിക്കട്ടെന്നും പറഞ്ഞുകൊണ്ട് കാവലിരുന്നവനാണ്. അവൾ മരണം കേൾക്കാനും സൗണ്ട് കേട്ടിട്ട് പോലും ഡോറ് തുറക്കാൻ ശ്രമിക്കുക, അയൽക്കാരെ വിളിക്കുക, ഗ്ലാസ് സൈഡിൽ പൊട്ടിക്കാൻ ശ്രമിക്കുക ഒന്നും ചെയ്തിട്ടില്ല. രാത്രിയോടെ അതുലിന്റെ സുഹൃത്തുക്കൾ എത്തി പോലീസിൽ വിവരമറിയിച്ച ശേഷമാണ് അയൽവാസികൾ പോലും മരണവാർത്ത അറിയുന്നത്. കഥവിൽ ഇടിക്കണ സൗണ്ട് ഞാൻ കണ്ടോണ്ട് ഞാൻ പറഞ്ഞു എവിടെയോ ഇടിയുടെ സൗണ്ട് കേൾക്കണമല്ലോ. അപ്പോൾ എൻ്റെ അനിയത്തി പറഞ്ഞില്ല അവിടെ പണി ചെയ്യണത്, ഇവിടെ ആരും ഇടിക്കാനെന്ന്. ഒടുക്കം അടുത്തുള്ള വേറൊരാളാണ് റോഡിൽ നിന്നിട്ട് അതാ നിങ്ങളുടെ വീട്ടിൽ അവിടെ ഒരു കൊച്ചു തൂങ്ങി എവിടെ, അങ്ങനെ ഞങ്ങളെല്ലാം കൂടെ പുറത്തിറങ്ങി വന്നപ്പോഴാണ് ഇവിടെ പോലീസും ആളും. കഴിഞ്ഞ 1.5 വർഷത്തിനിടെ പലപ്പോഴും നേരിട്ട ശാരീരിക പീഡനത്തിന്റെ ദൃശ്യങ്ങൾ ആരതി അമ്മയ്ക്ക് അയച്ചു നൽകിയിരുന്നു. എന്നാൽ മറ്റു ബന്ധുക്കൾ ആരും ഈ വിവരങ്ങൾ അറിഞ്ഞിരുന്നില്ല. ഇതാണ് ആരതിയുടെ ജീവൻ നഷ്ടപ്പെടുന്നതിലേക്ക് നയിച്ചത് എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ആരതിയുടെ മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. വാടക വീട്ടിൽ നിന്നും ആരതിയുടെ ഡയറി കുറിപ്പുകൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതുൽ നിരന്തരം പീഡിപ്പിച്ചിരുന്ന കാര്യങ്ങൾ ഡയറിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് പോലീസ് നൽകുന്ന സൂചന. നിലവിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിരിക്കുന്ന പോലീസ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെയും മറ്റ് തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ അതുലിനെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തും. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.